ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സുഷീസ് വേൾഡിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോസ് എല്ലാം കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ കാണുമ്പോഴാണ്, കണ്ട് അത് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഞങ്ങളുടെ വിജയം. ചാനൽ സബ്ബാക്കാത്തവരാണെങ്കിൽ ഒന്ന് വീഡിയോസൊക്കെ കണ്ട് സബ്ബാക്കണം കേട്ടോ. ഇന്നപ്പോൾ നമ്മളൊരു രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എങ്കിലും അറിയാത്തവരും കാണുമല്ലോ. കടുക് താളിച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയോ സവാളയോ ചേർക്കാം. ആവശ്യമുള്ള വെള്ളം എടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള പുളി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ചേർത്താൽ പെട്ടെന്ന് പുളി കുതിർന്ന് കിട്ടും. ഉള്ളി പരുവമാകുമ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണം തക്കാളി വാടി കഴിയുമ്പോൾ കുറച്ച് മുളക് പൊടിയും നിങ്ങളുടെ ആവശ്യത്തിനുള്ള എരിവ് ചേർക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റുക. പൊടികളുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കുക. രസപ്പൊടി ചേർക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചതച്ച കുരുമുളക് കൂടി ചേർക്കുക. കായപ്പൊടി ചേർക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു രുചിയാണ്. ഇനി ഒന്ന് തിളച്ചൊന്ന് വറ്റി വരുമ്പോൾ ഓഫ് ചെയ്യുക. ഇതിനിടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയൊക്കെ മതിയെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനാണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാം.